ഹലോ, ഞാൻ നിങ്ങളുടെ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ കുറേ നാളുകളായി മെഡിറ്റേഷനൊന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ അതിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. തെറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴേക്കും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ എന്ന് പറഞ്ഞാൽ, ഈ സരിത എസ് നായർ എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു നല്ല മനുഷ്യനെ ഇല്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് ഉണ്ടാക്കി ആ മന്ത്രിസ്ഥാനം ഒഴിപ്പിച്ച ഒരു സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന വേദന, അന്ന് നീ ആർക്ക് വേണ്ടി നീ നുണ പറഞ്ഞോ ഇന്ന് അവരൊന്നും നിൻ്റെ ഈ വേദനയിൽ ഉൾക്കൊള്ളാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ആണായാലും പെണ്ണായാലും ഒരാളെ നമ്മൾ ഇല്ലാത്തത് പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിനെ അനുഭവിക്കും എന്നുള്ളൊരു ബോധവും കൂടി ഈ സരിത എസ് നായരിൽ വേണം. അതേപോലെയുള്ള സ്ത്രീക്കായാലും വേണം, പുരുഷനായാലും വേണം. നമ്മളൊരു നിരപരാധിയെ ഒരിക്കലും നമ്മളവരെ കുറ്റം ചാരി പറയരുത്. മുഖ്യമന്ത്രി ഇതിൽ പരം ഒരു നാണക്കേട് സഹിക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി പോലും ഉണ്ടാകില്ല. അത്രയും നല്ലൊരു മനുഷ്യനെയാണ് ഈ സരിത എസ് നായർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ആ മനുഷ്യനെ വേദനിപ്പിച്ചത്. അപ്പോൾ ദൈവം അതിന് ശിക്ഷയാണ് ഇന്ന് കണ്ണില്ല കാതില്ല എന്ന് പറഞ്ഞ് അനുഭവിക്കുന്ന വേദന. ഇനിയെങ്കിലും നീ ദൈവത്തോട് മാപ്പ് പറയണം. ഞാൻ ചെയ്തത് തെറ്റാണ് 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 എന്നൊരായിരം തവണയെങ്കിലും നീ മരിക്കുമ്പോഴേക്കും പറയണം. എങ്കിലേ നിനക്ക് ദൈവം മാപ്പ് തരികയുള്ളൂ. കാരണം ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ ആ മനുഷ്യനെ സ്നേഹിച്ച എത്രയോ ജനങ്ങൾ ആ ശവമഞ്ചത്തിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മനസ്സിലാക്കിയതാണ് ഉമ്മൻചാണ്ടി സാറാണ് ഈ നാട്ടിലെ ഒരു മുഖ്യമന്ത്രിയായിട്ട് അതുപോലൊരു മനുഷ്യനെയാണ് നമ്മളുടെ കേരളത്തിന് വേണ്ടത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിന് ഉദാഹരണമാണ് സരിത എസ് നായർ. കാശുള്ള സമയത്തും ആരോഗ്യമുള്ള സമയത്തും സൗന്ദര്യമുള്ള സമയത്തും നമ്മൾ പലതും ചെയ്യും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം തിരുത്തി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ചിലപ്പോൾ തെറ്റെല്ലാം ചെയ്തിട്ടുണ്ടാകും, അത് ലോക സഹജമാണ്. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അതെന്നെല്ലാം മാറി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ നന്നായി ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ മനുഷ്യരോടും നന്നായിട്ട് സംസാരിക്കുക, നന്നായി പെരുമാറുക. പോട്ടെ, ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക. ഇല്ലാത്തത് പറഞ്ഞ് മനുഷ്യരെ വേദനിപ്പിക്കരുത്. അതിൻ്റെ അനുഭവം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചേ പോകൂ ഈ ഭൂമിയിൽ നിന്ന്. അതിന് യാഥാർത്ഥ്യ ഒരു സത്യമാണ് നമ്മളുടെ മുന്നിൽ ഈ സരിത എസ് നായർ എന്ന് പറയുന്നത്. നമ്മളെൻ്റെ ഉമ്മൻചാണ്ടി സാറ് എന്നോ ക്ഷമിച്ചതാണ്. പക്ഷേ എങ്കിലും അത് വേദന അനുഭവിച്ച ജനങ്ങളുണ്ട്, അവർ മറക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരാളും ഇല്ലാത്തത് മറ്റുള്ള പാർട്ടിക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഇല്ലാത്തത് പറയരുത്. തല പോയാലും സത്യമേ പറയാവൂ. അതാണ് ധർമ്മം. ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ധർമ്മം അതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ